ഞാനിന്ന് കുറച്ച് ഉണക്ക മീനാക്കാൻ പോവുക. മത്തി എന്നുവെച്ചാൽ അതേ ഒരു ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. അത് ഈ മീനൊക്കെ കഴുകുന്നതാണ്, കറി വെക്കുന്നതല്ല. ഇങ്ങനത്തെ ഈ ഇഡലി പാത്രത്തിൻ്റെ എൻ്റെ പോലത്തെ ഒരു അരിപ്പ. പ്ലാസ്റ്റിക് എടുത്തിട്ടില്ല ഞാൻ. ആദ്യം കുറച്ച് ഉപ്പ് ഇടുകയാണ്. ഉപ്പ് ആദ്യം ഇട്ടിട്ട് നല്ലോണം നിരത്തുക. ഞാൻ കുറച്ച് എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ആക്കുന്നതാണ്, എൻ്റെ ആവശ്യത്തിന്. കഴുകി എല്ലാം ഇതിൻ്റെ ഈ കുടലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി 5-6 വെള്ളത്ത് കഴുകിയിട്ടുള്ള മീനാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ആവശ്യത്തിനുള്ളതല്ലേ. മീൻ ഇങ്ങനെ എടുത്ത് വയ്ക്കുക. 2 ദിവസം കഴിയുമ്പം തന്നെ ഉണക്കമീൻ നല്ല ഇതുപോലെ വരും. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ വെയിലിലെടുത്ത് വെച്ചാൽ മതി. ഉണക്കമീൻ റെഡി. നല്ല കറി വെക്കാൻ കൊണ്ടുവന്നപ്പോൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉണക്കമീൻ ആക്കി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളെ വീട്ടിലത്തെ ആവശ്യമുള്ളത് മാത്രം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നിറച്ച് ഉപ്പ് നല്ലോണം വാരി ആ മീനങ്ങ് മറയണം. നല്ലോണം ഒന്ന് എന്താ ഇത് ഇങ്ങനെയാക്കി. എന്നിട്ട് ഒരു ഉടലിത്തട്ടിൻ്റെ അതിന് പാകമായ ഒരു ഉടലിത്തട്ടിൻ്റെ അതിൻ്റെ അടപ്പുണ്ട്, അതെടുത്തിട്ട് അടയ്ക്കും. ഇങ്ങനെ ഒന്നും വരത്തില്ല, കണക്കായിട്ട് അടഞ്ഞിട്ടുണ്ട്. കണക്കായി അടഞ്ഞിട്ടുണ്ട് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന്. എൻ്റെ സുഹൃത്തുക്കളെ, ഒരു ദിവസം വയ്ക്കുമ്പം തന്നെ ഒരിപ്പം ഉച്ചയ്ക്കാണ് ഞാൻ ഇത് വെച്ച് ഒരു ദിവസം പിറ്റേത്തെ ദിവസം എടുക്കുമ്പോഴാണ് ഇതാ നല്ല നല്ല ഇതുപോലെയായി. ഇനി ഇത് 1/2 മണിക്കൂർ സമയം വെയിലത്തിട്ട് ഉണക്കിയാൽ മതി. 1/2 മണിക്കൂർ സമയം മാത്രം മതി. ഉണക്കമീൻ റെഡി. കണ്ടോ സുഹൃത്തുക്കളെ, 1/2 മണിക്കൂർ വെയിലത്തിട്ടതാണ്. 1/2 മണിക്കൂർ വെയിലത്തിട്ട് നല്ല ഉണക്കമീൻ റെഡിയായി വന്നു. ഉണ്ടോ? കണ്ടാ, നല്ല ഉണക്കമീൻ റെഡി. ഇനി ഇത് നമുക്ക് ഉപ്പിലിട്ട് വെച്ച് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് നമുക്ക് ഇട്ടത്. കണ്ടാ, ഉണക്കമീൻ റെഡി. മീനില്ലാതപ്പോൾ ഉണക്കമീൻ കറിയാക്കി വയ്ക്കുക, വറക്കുക ഒക്കെ ചെയ്യാം. നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന കൊച്ചു കാര്യങ്ങൾ.